മാൾട്ടയുടെ ഗോൾഡൻ പാസ്പോർട്ട് പദ്ധതിക്ക് തിരിച്ചടി നൽകി യൂറോപ്യൻ നീതിന്യായ കോടതി. രാജ്യത്ത് ഗോൾഡൻ പാസ്പോർട്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ പൗരത്വം പണത്തിന് വിൽക്കുന്ന നടപടിയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇതിനെ എതിർത്തത്. ഇതോടെ പൗരത്വത്തിന് പണം വാങ്ങുന്ന ഈ പദ്ധതി മാൾട്ട അവസാനിപ്പിക്കേണ്ടി വരും. 1.1 മില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം 9 കോടി രൂപയുടെ ഗോൾഡൻ പാസ്പോർട്ട് പ്രോഗ്രാമാണ് മാൾട്ടയോട് കോടതി നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിക്ഷേപം നടത്തി പൗരത്വം നേടുന്ന രീതി യൂറോപ്യൻ യൂണിയൻ പൗരത്വത്തിന്റെ യഥാർത്ഥ ബന്ധം എന്ന തത്വത്തെ ലംഘിക്കുന്നു. ഇത് യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഒരു അംഗരാജ്യത്തിന്റെ പണം വാങ്ങിക്കൊണ്ട് പൗരത്വം നൽകാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്യുന്നത് പൗരത്വത്തെ ഒരു കച്ചവടമായി കാണിക്കുന്നതിന് തുല്യമാണെന്ന് കോടതി വ്യക്തമാക്കി. അതായത് പണം നൽകി പൗരത്വം നേടുന്നത് ശരിയല്ലെന്ന് കോടതി വ്യക്തമായി പറഞ്ഞു. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ പ്രോഗ്രാം എന്ന പേരിലാണ് മാൾട്ടയുടെ ഈ പദ്ധതി അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 1 മില്യൺ യൂറോ അതായത് 1.1 മില്യൺ ഡോളർ നൽകിയാൽ വിദേശ പൗരന്മാർക്ക് മാൾട്ടയുടെയും അതുവഴി യൂറോപ്യൻ യൂണിയന്റെയും പൗരത്വം നേടാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം 6 ലക്ഷം യൂറോയുടെ നിക്ഷേപം, ജീവകാരുണ്യ സംഭാവന, വസ്തു ഇടപാട് എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ 3 വർഷം അവിടെ താമസിക്കണം എന്നൊരു നിബന്ധനയും ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും ഇത്തരം പൗരത്വ പദ്ധതികൾ നിലവിലുണ്ട്. രാഷ്ട്രീയപരമായി സ്ഥിരതയില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും ഉപരോധം നേടുന്ന രാജ്യങ്ങളിൽ നിന്നുമുള്ള അതിസമ്പന്നർ യൂറോപ്യൻ യൂണിയൻ പാസ്പോർട്ടുകൾ നേടാൻ ഇത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ പൗരത്വം നേടുന്നവർക്ക് ആ രാജ്യവുമായി കാര്യമായ ബന്ധമൊന്നും ഉണ്ടാകില്ല. യൂറോപ്യൻ കമ്മീഷൻ ഈ വിഷയത്തിൽ വളരെ കാലമായി ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തെയും യൂറോപ്യൻ യൂണിയൻ വിസ നയത്തെയും ഇത് ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് രാജ്യത്ത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കമ്മീഷൻ പറയുന്നു. കൂടാതെ ഇതുവഴി നിരവധി അഴിമതികൾ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെന്നും അവർ കോടതിയിൽ പറഞ്ഞു. സൈപ്രസ്, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയന്റെ സമ്മർദ്ദം മൂലം ഇത്തരം പദ്ധതികൾ നിർത്തിയെങ്കിലും മാൾട്ട ഈ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു. 2022 യൂറോപ്യൻ കമ്മീഷൻ മാൾട്ടയ്ക്കെതിരായ നിയമ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഫലമായാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കോടതി ഉത്തരവ്. റഷ്യൻ വ്യവസായി ആൽബർട്ട് മാൾട്ടീസ് പൗരത്വം നേടിയതും പിന്നീട് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയതും ഈ പദ്ധതിയുടെ ദുരുപയോഗത്തിന്റെ ഒരു ഉദാഹരണമായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. യാത്രാ നിരോധനം ഉണ്ടായിട്ടും ആൽബർട്ട് മാൾട്ടീസ് പാസ്പോർട്ട് ഉപയോഗിച്ച് യൂറോപ്യൻ യൂണിയനിൽ സഞ്ചരിച്ചുവെന്നും അധികാരികൾ പറഞ്ഞു. തങ്ങളുടെ പദ്ധതി യൂറോപ്യൻ യൂണിയൻ ഉടമ്പടികൾക്ക് അനുസൃതമാണെന്നും വിദേശ നിക്ഷേപം ആകർഷിക്കാനുള്ള മാർഗമാണെന്നും മാൾട്ടീസ് സർക്കാർ വാദിച്ചു. കൂടാതെ പൗരത്വം നൽകാൻ തങ്ങൾക്ക് മാത്രമാണ് അധികാരമെന്നും അതിനാൽ ഈ പദ്ധതി നടത്താൻ അവകാശമുണ്ടെന്നും അവർ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ പൗരത്വത്തിന് വ്യക്തിയും രാജ്യവും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണമെന്നും അത് ഈ പദ്ധതിയിൽ ഇല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിധി നിലവിലുള്ള ഗോൾഡൻ പാസ്പോർട്ട് ഉടമകളെയും ബാധിച്ചേക്കാം. അവർക്ക് കൂടുതൽ പരിശോധനകൾ നേരിടേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ അവരുടെ പൗരത്വം റദ്ദാക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ കോടതി ഇതിനെക്കുറിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല.